കവടിയാർ കൊട്ടാരത്തിലെ മോഷണം നടന്നിട്ട് മാസങ്ങളായെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തത് 2026 മാർച്ച് 13-നാണ്. സാധാരണഗതിയിലെ കൊട്ടാരത്തിലെ മോഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി അത് പിടിച്ചു കൊടുക്കുന്നതാണ് പതിവ്. അതേ രീതിയിൽ തന്നെ ആ കേസിൻ്റെ അന്വേഷണം ഉണ്ടാകും എന്ന് കരുതി. പക്ഷേ സിറ്റി പോലീസ് കമ്മീഷണർ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചു. കാരണം അമൂല്യങ്ങളായ നിധിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 13 ഐറ്റം സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും 2 കോടി രൂപയുടെ ഒരു മതിപ്പ് വിലയായിട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ആ വില നമുക്ക് നിശ്ചയിക്കാൻ ഒക്കില്ല. അത്ര പുരാതനമായ ആഭരണങ്ങളാണ്, ഡയമണ്ടുകളാണ്, മയൂരങ്ങളാണ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നെങ്കിലും ക്രൈംബ്രാഞ്ചിലേക്ക് എത്രയും പെട്ടെന്ന് വിടുന്നതായിരിക്കും ഉത്തമം. അവിടുത്തെ കൊട്ടാരത്തിലെ സന്ദർശകരെ ആരൊക്കെയാണ് വന്നുപോയിരിക്കുന്നതൊക്കെ നോക്കേണ്ടി വരും. കാരണം 2025 നവംബറിലാണ് ഇത് മനസ്സിലാക്കിയതെങ്കിലും 2025 ഒക്ടോബറിൽ തന്നെ ഈ മോഷണം പോയെന്ന് ചില സംശയങ്ങളുണ്ട്. അതിന് ചില കാര്യങ്ങൾ കൊട്ടാരത്തിലെ അന്തേവാസികളായ ഗൗരി ലക്ഷ്മി ഭായിയുടെ അലമാരയിൽ നിന്നാണ് ഇത് മോഷണം പോയിരിക്കുന്നത്. അത് 2-ാം നിലയിലാണ്. അലമാരയ്ക്കകത്ത് ഉള്ള ഒരു സേഫ്, ഒരു പെട്ടിക്കകത്താണ് സൂക്ഷിച്ചിരുന്നത്. അവർ ബാംഗ്ലൂർ പോകുന്നതിന് ഈ ആഭരണം നോക്കിയപ്പം കണ്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് അത് റിപ്പോർട്ട് ചെയ്തുമില്ല. അതിനുശേഷം പിന്നീട് ആലോചിച്ചിട്ട് മാർച്ച് 13 റിപ്പോർട്ട് ചെയ്തു. ഈ 2-ാം നിലയിലെ അവരുടെ ബെഡ്റൂമിലിരിക്കുന്ന ആഭരണങ്ങളിൽ അവിടെ ഗൗരി ലക്ഷ്മി ബായി അല്ലാതെ മറ്റൊരു തമ്പുരാട്ടി 2 പേരും അല്ലാതെ ആ മുറിയിൽ ആർക്കൊക്കെ പ്രവേശനമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടാകണം. കൊട്ടാരത്തിലെ സന്ദർശകർ ധാരാളം എത്താറുണ്ട്. അതുപോലെ യൂട്യൂബേഴ്സ് പലരും വന്നു പോകുന്നുണ്ട്. കൊട്ടാരത്തിനെ പറ്റി കൗതുകരമായ വാർത്തകളൊക്കെ പലരും ഇടുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ കൊട്ടാരത്തിലെ ഒരു ആക്സസ് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ 2-ാം നിലയിലെ ഇവരുടെ ബെഡ്റൂമിൽ ആർക്കൊക്കെ പ്രവേശനമുണ്ട് അത് എനിക്ക് തോന്നുന്നില്ല. അത് വെളിയിലുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ വരുന്ന ആൾക്കാർ, യൂട്യൂബേഴ്സും മറ്റവരൊക്കെ മറ്റു ഭാഗങ്ങളൊക്കെ ആയിരിക്കും പടമെടുത്ത് പോകുന്നത്. വിദേശികളും ധാരാളം അവിടെ വരുന്നുണ്ട്. അവരെയും ഈ കൊട്ടാരങ്ങളും ഒക്കെ കാണാനുള്ള കൗതുകം കൊണ്ട് കൊട്ടാരത്തിലെ അകവശത്തൊക്കെ അവരും പോയിട്ടുണ്ടാവണം. പക്ഷേ 2-ാം നിലയിലെ ഇവരുടെ സ്വകാര്യമായി ഉപയോഗിക്കുന്ന ആ മുറിയിൽ ആർക്കൊക്കെയാണ് അവിടെ കയറാനുള്ള അവകാശം, ആരൊക്കെയാണ് അവിടെ കയറുന്നത്, ആ ലിമിറ്റഡ് ആൾക്കാർ തന്നെ ആയിരിക്കണം ഈ മോഷണം നടത്തിയെന്ന് ഞാൻ കരുതുന്നു. 10-15 സ്ത്രീകളുണ്ടാവണം അവിടെ. ആ സ്ത്രീകളാണ് ഈ 2-ാം നിലയിൽ ഇവരുടെ ബെഡ്റൂമുകളിലും ആ തമ്പുരാട്ടിമാരുടെ ഒപ്പം നടക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നത്. അത് അവർ ഓരോ സന്ദർഭത്തിൽ കിട്ടുന്ന സന്ദർഭത്തിൽ ഓരോ ഐറ്റങ്ങൾ പല തവണകളായി കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിച്ച് ഇത് മോഷണം പോകാൻ സാധ്യത കുറവാണ്. കാരണം അവിടെ വെച്ചിരുന്ന ആഭരണത്തിൽ ഒരെണ്ണം എടുത്ത് ധരിക്കാനായിട്ട് തമ്പുരാട്ടി തീരുമാനിച്ചപ്പോൾ ആ സാധനം കണ്ടില്ല. എന്നാൽ അതിനോടൊപ്പം മറ്റു സാധനങ്ങളും ഉണ്ട്. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മൊത്തം കൊണ്ടുപോവുകയാണ് പതിവ്. ഒരു കടുവമണി പോലും അവിടെ വെക്കില്ല. അതെല്ലാം വിലപിടിപ്പുള്ളതെന്നറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാളല്ല ഇത് ചെയ്തിരിക്കുന്നത്. ആ കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യമുള്ള ആരോ ഒരാൾ പതിവായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ കൊട്ടാരത്തിലെ അന്തേവാസികളായ ആ മുറിയിലെ പ്രവേശനം ആർക്കൊക്കെ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി അവരെ മാത്രം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ വസ്തുതകൾ പുറത്തേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിലൊരു അന്വേഷണമാണ് വേണ്ടത്. ഏതായാലും ക്രൈംബ്രാഞ്ചിലെ ആരെങ്കിലും വെറ്ററനായ ഇൻവെസ്റ്റിഗേറ്റർ നല്ലതായിട്ട് കൊട്ടാരത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയായിരിക്കണം ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കൊട്ടാരത്തിന് ചുറ്റുമുള്ള വീടുകളിലൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല 4-5 മാസങ്ങൾ, കാരണം 5-6 മാസത്തിന് മുമ്പ് ആയതുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ പലതും ലഭിച്ചില്ല എന്നാണ് വരുന്നത്. കാരണം അതിനകത്ത് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലോ എന്നൊക്കെ നോക്കാനേ കഴിയുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും കയറുന്നതായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രം സാധിക്കും. പക്ഷേ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ 2-ാം നിലയിൽ എങ്ങനെ കയറി? കാരണം അവിടെ ബ്രേക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ വെളിയിലുള്ള ഒരാളല്ല, അവിടെ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കൃത്യമായി അറിയാവുന്ന താക്കോൽ എവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് അലമാര തുറന്ന്
അതിനകത്തുള്ള അത്യാവശ്യം മൊത്തം കൊണ്ടുപോയാൽ പിടിക്കപ്പെടും ഉള്ളതുകൊണ്ട് 1-2 ഓരോ ഐറ്റങ്ങൾ മാത്രമായിട്ട് കുറേ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എടുത്താണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് ഡിറ്റക്ഷനിലോട്ട് കൊണ്ടുവരാൻ വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലേക്ക് പോലീസ് വരണം, അവരെ ഇൻട്രോഗേറ്റ് ചെയ്യണം, അവരെ കൊട്ടാരത്തിലെ അന്തേവാസികളെ ഓരോരുത്തരെ അവരെ കൃത്യമായ രീതിയിൽ അവരെ ചോദ്യം ചെയ്യണം. അത് തന്നെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാനൊരു വശമുണ്ട്. കാരണം അതിൻ്റെ എല്ലാം ഫോട്ടോഗ്രാഫ്സ് അതെല്ലാം അണിഞ്ഞുകൊണ്ടിരിക്കുന്ന പല സന്ദർഭത്തിലെടുത്ത ഫോട്ടോഗ്രാഫ്സുകൾ കൊട്ടാരത്തിലുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ എന്താണ്, എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആ ഫോട്ടോഗ്രാഫ് കൊണ്ട് സാധിക്കും. അതേസമയത്ത് അതിനകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പല ഡയമണ്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് കൊട്ടാരത്തിലെ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ നൽകിയ 1-2 ആഭരണങ്ങളും അവസാനത്തെ രാജാവായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്ത ചില ആഭരണങ്ങളൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. ഏതായാലും അവിടെ വന്നു പോകുന്ന യൂട്യൂബർമാരെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വന്നു പോകുന്ന വിദേശ പൗരന്മാരെ അവിടെ സന്ദർശകരായിട്ട് വന്നിട്ടുണ്ട് ഒക്കെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. 100 ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇതിനകത്ത് അന്വേഷണം സെൻട്രലൈസ് ചെയ്യേണ്ടത് കൊട്ടാരത്തിന് അകത്ത് ആക്സസ് ഉള്ള, കൃത്യമായി ഇവരുടെ ഒപ്പം സഞ്ചരിക്കുന്ന, ആ മുറിയിൽ കയറാൻ സാധ്യതയുള്ള ആ ആൾക്കാരെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരെ ചോദ്യം ചെയ്യണം, അവരുടെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കണം. ഇത് ചാലയിൽ എവിടെയെങ്കിലും കൊണ്ട് വിറ്റുപോയിട്ടുണ്ടാവണം. പക്ഷെ വിലപിടിപ്പുള്ള ഡയമണ്ടിനെ പറ്റിയൊന്നും കൊട്ടാരത്തിലുള്ള ഇവർക്ക് അത്ര ബോധ്യം ഉണ്ടാവുന്നിരിക്കുന്നു. വിലയുണ്ടാവും ഡയമണ്ടിനൊക്കെ, പക്ഷെ അതിൻ്റെ വാല്യൂ, അതിൻ്റെ കാരറ്റ് അതിനെപ്പറ്റിയൊന്നും ഇവർക്ക് വലിയ വിവരം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതേസമയത്ത് ആ സ്വർണത്തിൻ്റെ വില അവർ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടാവും. അത് ചാലയിലുള്ള സ്വർണം എടുക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്, ധാരാളം ഷോപ്പുകളുണ്ട്. അവരാരെങ്കിലുമൊക്കെ ആയിരിക്കാം വാങ്ങിച്ചിരിക്കുന്നത്. ആ രീതിയിലേക്കും പോലീസ് അങ്ങോട്ടും അന്വേഷണം പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല. കൊട്ടാരത്തിനകത്ത് തന്നെ കപ്പലിൽ തന്നെ കള്ളനുള്ളത് കൊണ്ട് അത് കണ്ടെത്തുക എന്നാണ് പ്രാരംഭമായി പോലീസ് ചെയ്യേണ്ടത്. കാരണം സംശയമുള്ളവരെ ഒക്കെ പോലീസ് ചോദ്യം ചെയ്യണം, വിദഗ്ധമായി ഇൻട്രോഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവരിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഏതായാലും പോലീസിന് ഈ അന്വേഷണം പേരുക്കട പോലീസിൽ നിന്ന് മാറ്റി അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം സിറ്റിയിലുള്ള ആളിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ എന്തെങ്കിലും ക്ലൂ ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.